ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. ജനറൽ സർവീസാണ് മെയിനായിട്ട്. പിന്നെ അതിൻ്റെ ബ്രേക്ക് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ്. ഇത്രയും കേസാണ് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്നത് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് സർവീസ് കൂടി ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ലൈനറാണ്, ഹീറോൻ്റെ കമ്പനി ലൈനർ തന്നെ കിടക്കുന്നത് കേട്ടോ. നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് മൊത്തം പൊട്ടിപ്പോയേക്കാം. അത് നമ്മൾ ആക്സിലേറ്റർ കുറച്ചിട്ട് വണ്ടി കൊടുക്കുന്ന സമയത്ത് ഒരു ചാട്ടം കാണിക്കണ അതിൻ്റെയാണ്. ഇതിങ്ങനെ കിടന്ന് ഓടുമ്പോൾ തന്നെ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ചെയിനൊക്കെ ഓവർലാപ്പിങ് വരും. അത് കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പം തന്നെ നമ്മുടെ വണ്ടിയുടെ ചെയിൻ ഓൾറെഡി കംപ്ലയിൻറ്റിലേക്ക് ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു സൈഡ് ടൈറ്റ് വരും, ഒരു സൈഡ് ലൂസ് വരും. അപ്പോൾ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്താലും കറക്റ്റ് അലൈൻമെൻറ്റിൽ കിട്ടില്ല. കാരണം നമുക്ക് ആ ടൈറ്റുള്ള ഭാഗം ഫ്രീ പ്ലേ ഇട്ടിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ലൂസുള്ള ഭാഗം വരുമ്പോഴത്തേക്കും ഓവർ ലൂസായിട്ട് കാണിക്കും. അപ്പോൾ ആ ഒരു സൗണ്ട് എപ്പോഴും ചെയിൻ്റെ ഒരു പ്രോബ്ലംസ് എപ്പോഴും നമുക്ക് ഇറിറ്റേഷൻ ആയിക്കൊണ്ടിരിക്കും. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഈ സൈഡിൽ എന്ന് പറഞ്ഞാൽ സ്പോക്കറ്റിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്. ഇത്രയും ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്, അത്രയും കംപ്ലയിൻറ്റിലേക്ക് കാണിച്ചിട്ടുണ്ട് ബെയറിങ്ങിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീലിൻ്റെ ഡാമ്പർ റബ്ബറും സ്പോക്കറ്റ് ബെയറിങ് എന്തായാലും മാറണം. ചെയിൻ സ്പോക്കറ്റ് ഓവർലാപ്പിംഗ് ഉണ്ട്. അത് പിന്നീട് നമുക്ക് തലവേദന ഇല്ലാതിരിക്കണമെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് സെറ്റപ്പ് ആയി മാറ്റേണ്ടി വരും. അത്രയാണ് മെയിനായിട്ടുള്ളത് ബാക്ക് സൈഡിൽ കേട്ടോ. ബാക്ക് ഹബിൻ്റെ ഭാഗത്ത് അത്യാവശ്യം കുറച്ച് പൊടി കാര്യങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ ആ ഹബിന് ഒരു അല്പം സ്മൂത്ത്നെസ് വരുമ്പോഴാണ് ആ സൗണ്ട് തന്നെ. മാക്സിമം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിടാം. റിപ്പീറ്റ് വീണ്ടും അതേപോലെ സൗണ്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെയ്ത്തിൽ കയറ്റിയിട്ട് ആ ഹബ്ബൊന്ന് പോളിഷ് ചെയ്തിടാം, ഒന്ന് കട്ട് ചെയ്തിടാം. അപ്പോൾ അത് റെഡി ആയിക്കോളൂ കേട്ടോ. പിന്നെ അതിൻ്റെ നമ്മൾ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പുതിയ ഫിൽറ്ററാണ്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബാറ്ററി കൂട്ടത്തിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് 2023 വെച്ചേക്കണ ബാറ്ററിയാണ് വണ്ടി കേട്ടോ, വണ്ടിയും ഇരിക്കണത്. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്, 13.20 കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററി ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണ്. ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 8 വോൾട്ടിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. 9.5 വോൾട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ, വേറെ പ്രോബ്ലം ഇല്ല. ചെറുതായിട്ടൊന്ന് വീക്ക് ആവണതിൻ്റെ ഒരു ലക്ഷണം അങ്ങനെ കാണിക്കാം. അപ്പോൾ നമ്മൾ ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 9.5 ആ റേഞ്ചിലേക്ക് വന്നുള്ളൂ. നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ന്യൂട്രൽ സ്വിച്ച് ഓൾറെഡി വർക്കിംഗ് അല്ല, ന്യൂട്രൽ ആവണമെന്ന് നമുക്ക് അറിയാൻ പറ്റണില്ല. അത് നോക്കുമ്പോൾ അതിൻ്റെ ഇവിടെ വരുന്ന ഒരു കേബിൾ ഇവിടെ എലി അടിച്ച് കട്ട് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ അത് ഓക്കെ ആയിക്കോളും. എഞ്ചിൻ ഓയിൽ പിന്നെ മാറേണ്ട ടൈമാണ്. ഓയിലും അതിൻ്റെ ഓയിൽ ഫിൽറ്ററും കൂടി നമുക്ക് മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. ഈ ഒരു കേബിൾ ലോഡായിട്ട് നിൽക്കുക. അത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്കുമേക്ക് ഒരു കോൺടാക്റ്റ് വരുന്നുണ്ട്. ആ ഒരു കേബിളാണ്. ആ കേബിൾ എന്തെങ്കിലും നമുക്ക് മാറ്റിയിടണം കേട്ടോ. അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് ബ്രേക്ക് ഒരു സുഖമായിരിക്കില്ല. തന്നെയല്ല പിന്നീട് അത് സ്റ്റക്ക് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ കുഴപ്പമില്ല, ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ തൽക്കാലം അത് പറഞ്ഞ് സെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ട് വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബ്രേക്കും നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. കോൺസെപ്റ്റ് ചെറിയൊരു കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് പുതിയ പ്ലഗ് കിടക്കണം, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. എയർ ഫിൽറ്റർ പ്ലഗ് കൂടി എനിക്കൊന്ന് ഒരുമിച്ച് മാറ്റിയായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 4 മണി 5 മണിയൊക്കെ ആവും കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. അപ്പോൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എസ്റ്റിമേറ്റ് കൂടി ഒന്ന് നോക്കിയിട്ട് ഒന്ന് വാട്സാപ്പിൽ ഒന്ന് റിപ്ലൈ ചെയ്തേക്കാം കേട്ടോ.